നമസ്കാരം. നൈന ക്രിയേഷൻസിൽ ഇന്ന് ഡോനറ്റാണ് ഉണ്ടാക്കാൻ പോണത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇതുണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇതിന് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല അതുണ്ടാക്കാൻ. ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഷുഗർ ബീഡ്സ് ഇടുന്നത് ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി ഡോനറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള അരക്കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വന്ന ഈ ഈസ്റ്റിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം തളിച്ച് കൊടുത്തിട്ട് കുഴച്ചാൽ മതിയാവും. ഞങ്ങളിപ്പോൾ ഒഴിക്കില്ല. അപ്പം നന്നായി കുഴച്ച മാവിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കാം. ഇനി ഈ മാവ് 2 മണിക്കൂർ നേരം അടച്ചു വയ്ക്കാം. 2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് വയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കുഴച്ച് വെച്ച അത്രയ്ക്കും വലിപ്പത്തിലാവും മാവിൻ്റെ അളവ്. ഇനി ഈ മാവ് 2 വലിയ ഉരുളകളാക്കാം. അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് മൈദ ഇട്ടിട്ട് കൈകൊണ്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് ചപ്പാത്തി പരത്തണ പോലെ പരത്തിയെടുക്കാം. ചപ്പാത്തിയിൽ അത്ര കനം കുറവ് വേണ്ട, ഒരുവിധം കനത്തിൽ തന്നെ പരത്തണം. ഇപ്പോൾ ഇതാ ഒരുവിധം കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പരത്തിയ മാവ് ഒരു ഗ്ലാസ് വെച്ചിട്ട് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ട് ഇതേപോലെ നടുഭാഗത്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡോനറ്റിൻ്റെ ഷേപ്പായി. ഇനി ഈ ബാക്കി വരുന്ന മാവൊക്കെ എടുത്തിട്ട് വീണ്ടും നമുക്കിത് പരത്തിയിട്ട് ഇതേപോലെ തന്നെ ഡോനറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യ് തേച്ചതിന് ശേഷം ഈ പരത്തി വെച്ചേക്കുന്ന ഡോനറ്റ്സ് ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വയ്ക്കുമ്പോൾ കൂട്ടിമുട്ടാത്ത രീതിയിൽ വേണം വയ്ക്കാൻ. കാരണം ഇത് 1 മണിക്കൂർ വെക്കണം. വെച്ച് കഴിയുമ്പോൾ ഇതൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഇത് കൂട്ടിമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അകത്തി വെക്കണത്. ഇനി ഇത് ഉണങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ കണ്ടോ, ഇതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഈ ഡോനറ്റ്സ് ഓരോന്നായിട്ട് ഇട്ടിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളു വേവുമില്ല. ഇപ്പോൾ ഇതാ പാകമായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും കൂടി മറക്കാണ്ട് പ്രസ് ചെയ്തോളൂ. ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തോളൂ. ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത് ഓവനിൽ വെച്ചതാണ്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് വെച്ചതാണ്. ഇനി ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തോളൂ. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ പാൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ ഡോനറ്റ്സ് ഓരോന്നായിട്ട് ഈ സോസിൽ മുക്കിയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ. അത്രയ്ക്കധികം സാധനങ്ങളും ആവശ്യമില്ല. ഈ സോസ് വേണ്ടാന്നുണ്ടെങ്കിൽ വെറുതെ പഞ്ചസാര പൊടിച്ചത് ഇട്ടാലും മതി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ?
ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.